നീ കുളിച്ചാ? കുളിച്ച് ഇനി കുളിക്കല്ലേ കേട്ടാ? ഇനി കുളിക്കാലും ഇനി കുളിച്ചിട്ടാ പനി ജലദോഷമൊക്കെ പഠിച്ചാനാ തന്നെ. ആ ഇനി കുളിക്കല്ലും കുളിക്കൂല. തലവേദനയ്ക്ക് കുഴപ്പം അത് മെഡിക്കൽ സ്റ്റോർ ചോദിച്ചാൽ നീ ചോദിച്ചാൽ കിട്ടും. നമ്മളാരും ചോദിച്ചാൽ കിട്ടൂലേ? നമുക്കൊക്കെ സുഖം അറിയാം. അതുകൊണ്ട് തരൂല. ആ തൈല ഈരെ കൂടെ വിളിച്ചു പറഞ്ഞോണ്ട് പോകും കാറില്. അപ്പൊ രാവിലെ കഴിച്ചാ തൈലം കിട്ടോ? ആ 10 രൂപ രാവിലെ വിളിച്ചോണ്ട് പോണ വണ്ടി. തൈലം അത് വാങ്ങിച്ച് മുറിയിൽ വെച്ച് അത് ഈ പിച്ച് വാങ്ങിച്ച് വെച്ച് മോളെ അറിയിക്കരുത്, മോനെ നീ മാത്രം ഇടണം. അറിയിച്ചാൽ ചെറുക്കൻ പറയും തലവേദന പോകണമെന്ന്. അപ്പൊ കൊടുക്കാണ്ട് കണ്ണെടുത്ത് തീരും. പിന്നെ പിള്ളേർക്ക് തലവേദന ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ തലവേദനയ്ക്ക് അവ അത് പിടിച്ച് പിന്നെ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ പിള്ളേരും എടുക്കട്ടെന്ന് ഈ മോള് കൊടുത്തോടും മോന് കൊടുത്തോടും. ആ അപ്പൊ നിനക്ക് തീരും വീട്ടിന്ന്. കൊടുക്കൂല എങ്കിൽ ഒളിച്ചു വയ്ക്കാം. ഒളിച്ചു വെച്ചാ പോരെ? വാങ്ങിച്ചിട്ട് ഒളിച്ചു വെച്ചാ പോരെ? നീ പറയാതിരുന്നാൽ മോൻ്റെ പറയണ്ട, മോനുടെ നീ വയ്യാതെ കിടന്ന അവിടെ ആരുണ്ട്? ആരുമില്ലേ? ആരുമില്ല. നിനക്ക് മൂക്കാട്ടും ജലദോഷമൊക്കെ പഠിച്ച പലരും ഉണ്ടാ? പോയിരുന്നപ്പോ കണ്ടില്ലേ? നീ മാത്രം ഉണ്ടായിരുന്നു. നമ്മക്ക് പലരും കിട്ടിയ തനിച്ച് വീട്ടിൽ കിടന്ന. അതുകൊണ്ട് നീ സുഖം മറ്റി വെച്ചാലും ഇനി കോവിന്റെ ആളാട്ടാണ്. അതുകൊണ്ട് നീ കുഴമ്പന് നമ്മളാരും വയ്യാത്ത നമ്മൾക്ക് രോഗം ആവശ്യം. നമ്മളെയൊക്കെ വർത്താനം കേൾക്കാൻ എഴുത്തവരിക്കാം. അതുകൊണ്ട് പൊയ്ക്കൂടെ? അവിടെ ഇരിക്കും. എന്തിനു കയറി കൊന്നക്കം പോലെ നിൽക്കണം? മതി ഇല്ലമ്മ, സമയം ആവണല്ലേ ഉള്ളൂ. മണി 3 ആവാൻ പോണു. ചായ ഇടും. എനിക്ക് കരിക്കും വെള്ളം കൊണ്ടുവന്നില്ല. ഇനി വിളിച്ചല്ലും വേട്ടാ. കരിക്കും വെള്ളം എനിക്ക് ക്ഷീണമായോണ്ട് കുടിച്ചാ. ഇനി വിളിച്ചല്ലും ഇനി വേണ്ട. കരിക്കും വെള്ളവും കഞ്ഞിയൊന്നും ഞാൻ കുടിക്കും. അത് പിന്നെ ഞാൻ കുടിക്കുമ്പോ നിങ്ങൾക്ക് തരട്ടെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. ഞാൻ കുടിക്കുമ്പോഴേ നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നത്. എനിക്ക് ചോറ് വേണ്ട, ചോറ് കഞ്ഞിയൊന്നും വേണ്ട. അത് കരിക്കും വെള്ളവും കുടിച്ചൂടെ? കുടിക്കണമെങ്കിൽ ഇക്കിളെടുക്കും. ഇപ്പൊ കുടിച്ചിട്ട് ഇക്കിളെടുത്തില്ലല്ലോ. ഇപ്പൊ തിന്നിട്ട് ഇക്കിളെടുത്താ? അത് പേടിയാണ് എനിക്ക്. പേടിയായി. അത് നിങ്ങൾ വെപ്രാളപ്പെട്ട് കഴിക്കണോണ്ടാണ് അമ്മ പതിയെ കഴിച്ചപ്പോ. ഇപ്പൊ അതാണ്ട പതിയല്ലേ കഴിക്കണം. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. അമ്മ ഞാൻ ആശുപത്രി പോയപ്പോ ചോദിച്ചതല്ലേ ഡോക്ടറോട്. അപ്പൊ ഡോക്ടർ എന്താണ് പറഞ്ഞത്? പതുക്കെ ആഹാരം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ല. ഇനി എന്തിനു നമ്മൾ ആശുപത്രി പോകുമ്പോ ചോദിക്കണ? ഡോക്ടറോട് ചോദിച്ചതല്ലേ. നീ ചക്കയൊക്കെ അടുത്ത് കൂട്ടാൻ വയ്ക്കാം. ചക്ക ആയില്ല. ചക്ക ആയില്ല. നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ ഇട്ട് തരാം കേട്ടാ. അവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കാം. ഇതന്നെ ചായ. കൈ ചൂടുണ്ടേ, പൊള്ളല്ലേ. നിങ്ങൾക്ക് ഇതുപോലത്തെ കപ്പ് തരട്ടാന്നേ. ഇതുപോലത്തെ പരിഹാരം വേണ്ട. പരിഹാരോ? പരിഷ്കാരോ? പരിഷ്കാരം പിടിച്ചൊന്നും വേണ്ടേ? ഇത് മതിയാ? ഇത് മതി. കൈ വേവൂലേ അമ്മ?
അത് തറയിൽ വയ്ക്കും. വേവുമ്പോ തറ വെക്കുവോ? നിങ്ങൾ ഇത്രയും ദിവസമായിട്ടേ അമ്മ ആ കൊച്ചു ഇവിടുന്ന് പോയിട്ട് 7 ദിവസമായി. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ആ കൊച്ചു എവിടെ പോയിന്ന് ചോദിച്ചായിരുന്ന? എന്ന് വരുമെന്ന് ചോദിച്ചായിരുന്ന? എന്ന് വരുന്ന ഇപ്പോഴാണ് ചോദിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ആ കൊച്ചു എവിടെ പോയി പെണ്ണെ എന്ന് വരുമെന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇന്ന് വരുവോ? ആ കൊച്ചല്ലേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അച്ചമ്മ ചായ അച്ചമ്മ ചോറന്ന് ഇന്ന് വരുവോ? ഇപ്പോഴാണോ ചോദിക്കണ? ഞാൻ പറഞ്ഞപ്പം ഇന്ന് വരുവോ? ഇന്ന് വരും. ഇന്നൊന്നും വരൂല. ഇന്ന് വരൂലേ? പിന്നെ വരും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോ. ഇത് ചോദിക്കാതെന്താ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട്? ഞാൻ അങ്ങനെ ഇരിക്കണ അവൻ വരുവോ ഇന്റെ നോക്കി. നിന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ അന്വേഷിക്കാനുള്ള കാര്യം തരും. അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ ഇവിടുത്തെ കൊച്ചല്ലേ, അപ്പൊ നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഞാൻ എന്റെ മാറ്റാ. നിങ്ങളെ മോന്റെ കൊച്ചല്ലേ അമ്മ, അപ്പൊ നിങ്ങൾ അന്വേഷിക്കണ്ടേ? അവനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കാനാ. എപ്പോ അന്വേഷിച്ച്? രാത്രി ആവുമ്പോ വന്ന് ചോദിക്കണം. അവനും കൂടെ നിക്കും. അവൻ കൂടെ നിക്കുമ്പോ അവനും കൂടെ നിക്കാൻ ഞാൻ അവിടെ വരാണെങ്കിൽ അവൻ ഉടനെ ഓട്ടിക്കും. അമ്മ അത് മഴയത്തല്ലേ അമ്മ? ഈ 2 ദിവസം മഴയത്ത് നിങ്ങൾ ഈ മഴയത്ത് വന്ന് നിന്ന് നിങ്ങൾക്ക് ജന്നി വന്ന് വെട്ടൂര് വന്നാ കൊണ്ടുപോകണ്ടേ ആശുപത്രിയില്? എനിക്ക് കുടയില്ല. തന്നല്ല ഇവിടെയും കുടയില്ല. ഇവിടത്തെ കുടയൊക്കെ ആ കൊച്ചുങ്ങൾ അടിച്ചു പൊട്ടിച്ച് കളിച്ച് തീർന്ന്. എനിക്കും കുടയില്ല. അപ്പൊ എത്ര കുട ഈ മാവേലി കടയിൽ നിന്ന് വാങ്ങിച്ചെന്നറിയാമോ? നമ്മളും കുറെ കുട മാവേലി കടയിൽ നിന്ന് വാങ്ങിച്ചത്. അത് പരിധി കഴിയുമ്പോ കമ്പിയൊക്കെ ഒടിഞ്ഞു പോകും. കമ്പി ഒടിഞ്ഞു പോവും. അതോ ഈ മഴയത്ത് നിങ്ങള് ഈ വീടിനകത്ത് കയറൂല, അവിടെ കയറൂല, ഇവിടെ കയറൂല. ഈ മഴയത്ത് വന്ന് ഇവിടെ വന്ന് നിന്നാ ജന്നി വന്ന് എന്ത് ചെയ്യും? വെട്ടൂല് വന്നാ ഈ രാത്രി എടുത്ത് ആശുപത്രി കൊണ്ടുപോണ്ടേ? നിങ്ങൾക്ക് തണുപ്പത്ത് നിന്നാ ജന്നി വരും അറിയാമോ? അതുകൊണ്ട് തന്നെ അങ്ങനെ ഓട്ടിക്കണത്. ഒരു വീടും കെട്ടി തന്നിട്ട് ഈ പെരുമഴയത്ത് വന്ന് ഇവിടെ നിന്നാ അവിടെ എനിക്ക് ഒക്കൂല. അതുകൊണ്ടാണ് ഓട്ടിച്ചത്. അല്ലാതെ നിങ്ങൾ അതും കൊച്ചിന്റെ അന്വേഷണമായിട്ട് എന്തൊരു ബന്ധം? അവന് ഇന്നും കൂടെ തന്നെ ഇന്നല്ല 2 ദിവസം കൂടെ. 2 ദിവസം കൂടെ. നാളെയും മറ്റന്നാളും. അത് കഴിയുമ്പോ വരും. വന്ന കടയിൽ നീ മാത്രം അന്വേഷിച്ച പോലെ. അതെന്റെ അമ്മ ഞാൻ മാത്രം ഉണ്ടെങ്കിൽ അന്വേഷിക്കണത്? നീ മാത്രം ഉണ്ടെങ്കിൽ അന്വേഷിക്കോളൂ. എന്നിട്ട് ഞാൻ മാത്രം മതിയാ ഇവിടെ? മതിയാ? വേറെ ആരും വേണ്ടേ? വേണ്ടേ? എന്റെ പിള്ളേരെ കാര്യം ഞാൻ ഇന്നലെ ഒരാള് പറയണ ഞാൻ നിങ്ങളെ വീട്ടിനകത്ത് കേറ്റാത്തോണ്ട് എന്റെ 7 തലമുറ അനുഭവിക്കുന്നു. ഒരുത്തി പറയുന്നു. ആര് പറ? ഒരുത്തി. നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫോണിൽ കാണിക്കൂലേ? ഫോട്ടോ ഒക്കെ എടുത്ത് ഫോണിൽ ഇങ്ങനെ ഈ നമ്മളിപ്പോ വെളിയിൽ പോകുമ്പോ ആൾക്കാർ നിങ്ങളോട് വന്ന് മിണ്ടണതും ഈ വീട്ടിൽ വന്ന സുഖം നമ്മൾ ഫോട്ടോ എടുത്ത് കാണിച്ചോണ്ടല്ലേ. അപ്പൊ അത് ഞാൻ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോണിൽ ഇട്ടപ്പോ ഒരാൾ വന്ന് പറയണ് ഞാൻ നിങ്ങളെ വീട്ടിനകത്തൊക്കെ കേൾക്കാത്തോണ്ട് എന്റെ 7 തലമുറ അനുഭവിക്കും. ആര്? എനിക്ക് അറിഞ്ഞൂടമ്മ. യാത് കഴിവേരി അങ്ങോട്ട് പറഞ്ഞത് ഞാനല്ലേ. ഞാൻ പറയണെങ്കിൽ മാത്രമേ നിനക്ക് വേറെ ഉള്ളവര് പറയാനെങ്കിൽ എന്നാൽ 7 തലമുറയൊക്കെ അനുഭവിക്കുന്നു. മതി. അവളെ കുടുംബ മൂത്തമായി അവള് കോട്ടയിൽ ഇറങ്ങിയിട്ട് കൂടാണ്. നിങ്ങള് പ്രാവ്യ നടക്കും. അതേണൊക്കെ നടക്കും. അവള് മൂത്ത അവള് തെറ്റിക്കൊണ്ട് കിടക്കും. അവള് പറഞ്ഞെങ്കിലും അവള് പൊരുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോ എന്റെ കണ്ണൊന്ന് കാണും. കൊടുത്തേ മരിക്കുള്ളൂ. അല്ല നല്ല ആളുകൾ മരിക്കുമ്പോല്ല മരിക്കില്ല. നീനെ പറഞ്ഞെങ്കിൽ അവര് പൊരുത്തേ ചാവുള്ളൂ. അവള് പൊരുത്തേ ചാവുള്ളൂ. നീ വഹിക്കാൻ പോണ്ട. ഞാൻ പറയണെങ്കി മാത്രമേ നീ കേക്കണ്ട. അല്ലാതെ ഒന്നും കേക്കണ്ട. അല്ല ഈ ദുഷ്ടത്തിയെന്ന് പറയാനാ കേക്കണ്ട. അവളെ കണ്ണുങ്ങ് വയ്യത് മരണത്തിന് കുരുത്ത് കട്ടയെ കൊണ്ടയക്കുമ്പോ തരും. ആര് പോണ? എല്ലാരും പോണ?
നിന്നെ പറഞ്ഞ ദേശത്തെ നിന്നെ അവൾ പുറത്തേ മരിക്കോളൂ. അവളെ പൊരുത്തി പുരി വാരിയാലേ അവള് മരിക്കോളൂ. ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ നീ നോക്കണ്ടേ. അവര് മാത്രമല്ല അമ്മ, ഒരുപാട് പേര് പറയണ് ഞാൻ നിങ്ങളെ നോക്കണില്ല, നിങ്ങൾക്ക് ആഹാരം തരണില്ല. ആഹാരം തന്നില്ലെങ്കിൽ അവളാക്കെ തന്ന ആഹാരം ഈനെ പറമ്പ ആഹാരം ഒന്നും മാറ്റി തിന്നാൻ വെക്കൂല. നീ തരുമ്പോലെ എവളൊക്കെ തരൂ, എവിടെയൊക്കെ വീട്ടിനകത്ത് നിന്ന് കയറൂ. അമ്മ അങ്ങനെയല്ല, നമുക്ക് പറയണേക്കുമ്പോ വിഷമം വരൂലേ അമ്മ അങ്ങനെ പറയണേക്കുമ്പോ? ഞാൻ അവളുടെ വീട്ടിൽ പോവില്ല. അവളൊക്കെ ഒരു ദിവസം തരും, 2 ദിവസം തരും, 3 ദിവസം തരും. പിന്നെ എവിടെ പോവും? പിന്നെ അവളെയൊക്കെ വീട്ടിൽ ചെന്ന് നീ നോക്കുമ്പോ ആരും നോക്കൂല. നീ അവരെ കാര്യമൊന്നും അധ്വാനിക്കില്ല. ഇനി വ്യാഴാഴ്ച അവര് വരുമില്ലേ? അവര് വരുമ്പോ ഇത് കൊണ്ടുവരും. ചായ ഇവിടെ ചായ ഇവിടെ വെച്ചേക്കണം. എന്നെ പറഞ്ഞ അവള് കൊള്ളാല് അവള് എനിക്ക് അറിഞ്ഞൂടെ എന്ന് യാവളൊക്കെ എന്തോ അവള് എന്നെ പറഞ്ഞാ നീ വായിക്കണ്ട. ഞാനല്ലേ, ഞാൻ പറയണെങ്കി മാത്രമേ നീ നോക്കണ്ടേ. ഞാൻ എന്റെ പണ്ടൊക്കെ പോവാനെങ്കിൽ അവള് വീട്ടിൽ പോയി തന്നെയായിരുന്ന. നിങ്ങൾ അവരെ വീട്ടിൽ പോവോ? പോയിട്ട് എന്തിനു ചെയ്യും? ഞാൻ വീട്ടിൽ ചെന്ന് ചോദിക്കും എന്തായിരുന്നു. എന്നിട്ട് എന്തിനു ചോദിക്കും? എന്തിനാ എന്റെ പെണ്ണിനെ എങ്ങനെ പറഞ്ഞു ചോദിക്കോ? ഞാൻ ചോദിക്കും, അവളോട് ചോദിക്കും, മോളല്ലേ എന്റെ 2 ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് ആകാരം തരും, 3 ചെന്ന് നിങ്ങൾ കൊലപാതകമാക്കും. കൊലപാതകമാക്കി നിങ്ങൾ വീട്ടിൽ അറിയില്ല, പിന്നെ നിങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുകയില്ല. അവളല്ലേ എനിക്ക് എന്താന്ന് ചോദിക്ക. അവര് വീട്ടിൽ പോകണേ നിങ്ങൾക്ക് എന്തൊരു കാര്യം ചോദിക്കാം. ചോദിക്കൂ, ഞാൻ എന്താണ് ചോദിക്കും. കാണുന്ന എത്ര പേർക്ക് എന്തൊക്കെ മനസ്സിലായി കാണുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് അമ്മ എന്ത് പറയുമെന്ന് അറിയാനായിട്ട്. അമ്മ സഹിക്കൂല, അതൊരു വലിയ സത്യമാണ്. കാരണം ശരി തന്നെയാണ്, ഞാൻ നോക്കുമ്പോൾ ആരും നോക്കില്ല. അതെനിക്ക് കോൺഫിഡൻസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം, ആരും നോക്കൂല. അതങ്ങനെയാണ്. എല്ലാവരും ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മനസ്സിലാവും. കാരണം എന്താ പറഞ്ഞത്? നീ ആര് പറയുന്നേ നോക്കാൻ നിൽക്കില്ല. എന്റെ കൊച്ചങ്ങളെ പറഞ്ഞേണ്ടി അവള് പൊരിച്ചാവുള്ളൂ. ആ പൊടി കൊച്ചിനെ വരെ പറയണം. എവിടില്ലേ കുഞ്ഞിയ വരെ ഓരോന്ന് പറയണം. അവളെ അവടിയാണെന്ന് അറിഞ്ഞെങ്കിൽ അങ്ങോട്ട് ചെന്നനായിരുന്നു. എന്നിട്ട് എന്തിനൊക്കെ പറയണെന്നേ. എന്ന് മീൻ മേടിക്കുമ്പന്നെ മീന് വെക്കാം, കൊച്ചു വന്നു കഴിഞ്ഞിട്ട് മീൻ വെക്കാം. നാളെ വ്യാഴാഴ്ചയും നാളെയും ചൊവ്വാഴ്ചയും അല്ലേ അവധി. ഇനി അവധിയൊന്നും ഇല്ലമ്മ. ഇനി ഞായറാഴ്ചയല്ലേ അവധിയുള്ളൂ. ഇനി ഞായറാഴ്ച അവധിയുള്ളൂ, അല്ലാതെ അവധിയൊന്നും ഇല്ലല്ല. വിഷുവിന് അവധിയുണ്ട്. വിഷുവിന് അവധിയുണ്ട്. എന്തെടുത്ത് മനസ്സിലായി? എന്തിന്? വിഷുവിന്. അതൊക്കെ ഉണ്ട്, ഒരു സമ്മാനം ഉണ്ട്. അവരിവിടെ വരുമെന്ന് ആര് വരയൊന്നുമില്ല, പോ അമ്മ വേണ്ടിട്ട്. ആര് വരാതിരിക്കണ? പിന്നെ അവരിന്ന് വരുമെന്ന് കേൾക്കണം. ഇവിടെ ആരും വരാൻ നിങ്ങൾ പോയാണ്. ഇനി ഇവിടെ ആരെയും വരുത്തണില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ട് പോകുമ്പോ പിന്നെ നിങ്ങളെ സ്വഭാവം കണ്ടല്ല,
പിന്നെ അവര് വരെ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോ നിങ്ങൾ ഇവിടെ എന്തോന്നാണ് കാണിക്കണം? നിങ്ങൾ ഒന്ന് പറയും രണ്ടിന് പറയും എനിക്ക് അവരുണ്ട്, എനിക്ക് അവരുണ്ട്, എനിക്ക് അവരുണ്ട്. നിങ്ങളെ സ്വഭാവം ഒന്നും ഇവിടെ ശരിയാവണില്ല. ആരെങ്കിലും വന്നിട്ട് പോകുമ്പോ എനിക്ക് വയ്യ. നിങ്ങളെ മോൻ പറയണ ഞാൻ ഓരോരുത്തരെ വിളിച്ച് വീട്ടിൽ കയറ്റി നിങ്ങളെ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞ് സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് എന്നെ ഇപ്പൊ ഭയങ്കര ചീത്ത പറയും. നിങ്ങളെ മോന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. വിഷുവിന് ഇവിടെ ആരും അടുപ്പിക്കൂല, പേടിക്കണ്ട. നിങ്ങളെ മോൻ നിങ്ങളെ സ്വഭാവം ശരിയാവാത്തോണ്ട് ഞാൻ ആരെയും കൊണ്ടുവരണം പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ നന്നായിട്ട്. ആരെങ്കിലും വന്നിട്ട് പോയാൽ പിന്നെ നിങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അമ്പലത്തിൽ പോണ കുഞ്ഞിന് ബിക്കറ്റ് ഒന്നും എടുക്കാൻ നിൽക്കല്ലേ. ഫ്രിഡ്ജ് അടക്കേ ഫ്രിഡ്ജ് അടക്കി മക്കളെ. ചോക്ലേറ്റ് തരാം മക്കളോടെ പോയി അമ്മ കൊണ്ട് തരാം. മക്കള് തരാം, അവിടെ പോയി ബിക്കറ്റ് മേളിൽ ഇരിപ്പുണ്ട്, അമ്മ കൊണ്ട് തരാം. ബിസ്ക്കറ്റ് വേണോ? നിങ്ങൾക്ക് നിന്ന് പാപ്പവും തന്നില്ലല്ലേ? വേണോ ബിസ്ക്കറ്റ്? വേണോ? ഒരെണ്ണം അച്ഛാൻ കൊടുക്കും. അവള് കൊണ്ട് കൊച്ചിലുണ്ട്. പറഞ്ഞ അവളി എനിക്ക് അറിഞ്ഞൂടമ്മ, നീ അതീതെ പിടിവിടൂല. നിങ്ങളെ കഷ്ടകാലം തുടങ്ങി. ഇനി ഊണിനും ഉറക്കത്തിലും ശോഭനപ്പരാവും. നിങ്ങൾ എപ്പോഴും പ്രാവിക്കൊണ്ടിരിക്കുന്നവരാ? പ്രാവും. ഒന്നൊന്നര പ്രാക്കാണ്. നിങ്ങൾ പ്രായിയാക്കോ അമ്മ? സത്യം പ്രാവിയേക്കും. പണ്ട് ഇവിടെ അയൽക്കാര് പറഞ്ഞേക്കാം, ഇവർക്ക് ദേഷ്യമുള്ളവർ ഒരു ആ റോട്ടിൽ പോയി നിന്ന് പ്രാവുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ആരും ആ പരിസരത്ത് വരൂല എന്ന് പറഞ്ഞേക്കാം. ഒരിക്കലത്തെ പ്രാവ് എന്നെ പ്രാവണമെന്നും കേൾക്കാൻ. പിന്നെ നമ്മള് ഈ പറയുന്ന കണക്ക് എല്ലാരും പറയുന്ന പോലെ ഈശ്വരൻ കാണല്ലേ, പിന്നെ കുഴപ്പമില്ല. കിട്ടുന്നില്ല. ഉറക്കെ പറയാമോ? ഒന്നും കേട്ടൂടാ. കിട്ടുന്നില്ല. ആ അതൊക്കെ ഉണ്ട്. നീ എന്നെ നോക്കല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു പരുവം. അങ്ങനൊന്നും വരൂലേ? പിന്നെ എന്തിനാ പ്രാവണത്? പ്രാവാതിരുന്നാ പോരെ? എന്നെ എന്തിനാ പ്രാവാതിരുന്നാ പോരെ? നിങ്ങളെ മോ ഇല്ലല്ലമ്മ. എനിക്കിനി വൈകുന്നേരം പോകുമ്പോഴല്ലേ വാങ്ങാൻ പറ്റൂ. വൈകുന്നേരം വാങ്ങാം. മോ വന്നില്ലല്ലോ, വരുമ്പം കൊണ്ടുവരും കേട്ടാ. വാങ്ങിയാലും ബിസ്ക്കറ്റ് ഇവിടെ ആര് വാങ്ങിക്കണേ? ഇത് ആ കൊച്ചിന്റെ കുട്ടിയോട്ടത്തിന്റെ അവിടെ നിന്ന് തന്നു കിട്ടോ ബിസ്ക്കറ്റ്. അല്ലാതെ ഇവിടെ ആര് വാങ്ങിക്കണം? ഞാൻ പോട്ടെ അമ്മ, എനിക്ക് ജോലിയുണ്ട്. ഞാൻ ക്ലാസ് തന്നെ കഞ്ഞി കഴിക്കട്ടെ. എന്റെ പെണ്ണെ പറഞ്ഞോളം അനുഭവിക്കും. അവള് കൊടുത്തേ ചാവുള്ളൂ. കാരണം അവന്റെ ചെരുപ്പ് കിടക്കണം. അവൻ വന്ന അവന്റെ ചെരുപ്പ് കിടക്കണം. കൂട്ടുകാർ ഇവിടെ ഇരിക്കുന്നു. കൂട്ടുകാർ തൊപ്പി അവിടെ അന്നി വെച്ചാല് കൂടും. എവളെ ഇരുന്നാലും ശരിയാ. വെള്ളം ഇറങ്ങാതെ അവള് പുറത്തേക്കാവുള്ളൂ. അത് വെള്ളം ഇറങ്ങാതെ പുറത്തേക്കാവുള്ളൂ. എന്റെ പെണ്ണെ പറഞ്ഞോളൂ, വെള്ളം ഇറങ്ങാതെ പൂർത്തിയാവും.